ട്രേഡിംഗ് മീഡിയയുടെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കാദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് വലിയൊരു ഡൗൺ ട്രെൻഡിലാണ്. ഡൗ ജോൺസ് 249 പോയിൻറ്റും, S&P 73 പോയിൻറ്റും, നസ്ഡാക്ക് 406 പോയിൻറ്റും നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും നെഗറ്റീവ് ട്രെൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗൾഫ് നിഫ്റ്റി 110 പോയിൻറ്റ് നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ് ഡൗൺ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് മൺഡേ പ്രതീക്ഷിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ചാർട്ടിലോട്ട് പോവാം. ഒന്ന്, ട്രേഡിംഗ് മീഡിയ ബൈ പാലാഴി എന്ന പേരിൽ ഒന്ന് രണ്ട് ടെലഗ്രാം ചാനലുകൾ കാണാൻ ഇടയുണ്ടായി. ഏകദേശം എനിക്ക് തോന്നുന്നൊരു ഒന്നര വർഷത്തിന് മുന്നേ നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയ സമയത്തും അന്നും ഒന്ന് രണ്ട് എൻ്റെ പേരിലുള്ള ട്രേഡിംഗ് മീഡിയ ബൈ പാലാഴി എന്ന പേരിലുമൊക്കെ ചില ടെലഗ്രാം ചാനലുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് നമ്മുടെ പഴയ ഡെൽറ്റ ക്യാപിറ്റൽ ഗ്രൂപ്പിൽ പറഞ്ഞത്, ഞാൻ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ടുകളെന്നാണ്. ഇപ്പോൾ വീണ്ടും അതുപോലത്തെ ഒന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഒരിക്കലും അത് എൻ്റെ ഗ്രൂപ്പോ ഞാനുണ്ടാക്കിയ ഗ്രൂപ്പുകളോ അല്ല. നമുക്ക് ഒരൊറ്റ ടെലഗ്രാം ചാനലേ ഉള്ളൂ. അത് ചില ഫയലുകൾ നമ്മളവിടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കുകൾ പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു ടെലഗ്രാം ചാനൽ മാത്രമേ നമുക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ ഫോറക്സോ ബിറ്റ് കോയിനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്കുള്ള ഒരേ ഒരു ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അവിടെയും ഗ്രൂപ്പ് ഇൻഫർമേഷനിൽ നമ്മൾ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് വേറെ ചാനലുകളൊന്നും തന്നെ എനിക്കില്ല. ഇനിയിപ്പം ഉള്ളതൊന്നും തന്നെ ഞാനെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചിലർക്കതൊരു അലങ്കാരമാണ് ഇല്ലേ, നമ്മുടെ പേരിലൊക്കെ ഫേക്ക് അക്കൗണ്ട് തുടങ്ങുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. ഇപ്പം ഫോറക്സുമായിട്ട് ബന്ധപ്പെട്ടും ബിറ്റ് കോയിനുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ കാണുന്ന ട്രേഡിംഗ് മീഡിയ ബൈ പാലാഴി നമ്മുടെ എംപ്ലോക്ക് വെച്ചിട്ട് തന്നെയാണ് അത്തരം ചാനലുകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അപ്പം ശ്രദ്ധിക്കുക, അത്തരം ചാനലുകൾ ശ്രദ്ധയിൽപ്പെടുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് അടിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ ശ്രദ്ധിച്ചിരുന്നു. സാൻഡ റാലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ റാലി എൻ്റെ അഭിപ്രായത്തിൽ 27,000 വരയ്ക്കും മാർക്കറ്റ് ഈ മാസം ഡിസംബർ ക്ലോസിങ്ങിന് മുന്നേ പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പോയിട്ട് എടുക്കുക എന്നുള്ളതല്ല. നമ്മൾ കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവൽസ് തരുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയുക. അല്ലാണ്ട് ലോങ് ടൈം വ്യൂ വെച്ചിട്ട് നിങ്ങൾ നാളെ പോയിട്ട് അത് ഒരിക്കലും ഈ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച് എട്ടും പൊട്ടും അറിഞ്ഞുകൂടാത്തവരാണ് അത്തരത്തിൽ പോയിട്ട് മാർക്കറ്റ് ബുള്ളിഷ് എന്നുള്ളൊരു ക്യാപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ രാവിലെ തന്നെ പോയിട്ട് വീഡിയോ മൊത്തം കാണത്തില്ല, രാവിലെ പോയിട്ട് എടുക്കും, എന്നിട്ട് ലോസ് വരും. കൃത്യമായിട്ട് ഇൻട്രാഡേ വ്യൂസ് നമ്മൾ ഗ്രൂപ്പിനകത്ത് തന്നെ ലൈവ് മാർക്കറ്റിലും അപ്ഡേറ്റ് തരുന്നുണ്ട്. അല്ലാണ്ട് രാവിലെ പോയിട്ട് ഒരു 1000 പോയിൻറ്റിനപ്പുറത്ത് മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ട് ദയവായിട്ട് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക. അത് നിങ്ങളുടെ കുഴപ്പമാണ്. പിന്നെ ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 7-8 മാസത്തിന് മുന്നാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ബോട്ടത്തിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് 26,000 പോകുമെന്ന് പറഞ്ഞിരുന്നു.
ഏകദേശം 24,550 നിൽക്കുന്ന സമയത്താണ് 26,000 വരെ മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റാലി നടത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് 26,000 വരെ പോകുമെന്ന് പറഞ്ഞ് മാർക്കറ്റ് ഇവിടെ എത്തിയിട്ട് 25,200 220 ലെവലിൽ നിന്ന് മാർക്കറ്റ് താഴോട്ട് വന്ന സമയത്ത് ചില യൂട്യൂബർമാരും ചില ആൾക്കാരും ഒക്കെ നമ്മളെ കളിയാക്കിക്കൊണ്ട് 26,000 പാലാഴി എന്ന് വിളിക്കത്തില്ല, 26,000 26K എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടിരുന്നു. എൻ്റെ വ്യൂ തെറ്റായിരുന്നു. മാർക്കറ്റ് താഴോട്ട് വന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞു മാർക്കറ്റ് 26,000 വരെ പോകും. മാർക്കറ്റ് വീണ്ടും 25,660 പോയിട്ട് മാർക്കറ്റ് താഴെ വീണു. ഇത്രയും കാലത്തിനിടയ്ക്ക് ചില യൂട്യൂബർമാരും അവരുടെ വീഡിയോയിലുമൊക്കെ പിന്നെ അല്ലാതെയൊക്കെ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് 26K. ഇതിപ്പോൾ പറയാൻ കാരണം വീണ്ടും ചില യൂട്യൂബർമാരൊക്കെ എന്തോ ഒരു അലങ്കാരമായിട്ടാണ്, അതായത് പ്രീ മാർക്കറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാനും പഴയ ചാർട്ട് എടുത്ത് വെച്ചിട്ട് കഥ പറയാനും വേണ്ടിയിട്ടാണ്. അവരൊക്കെ അലങ്കാരമായിട്ട് ഇതാ ഇപ്പോഴും വീണ്ടും പറഞ്ഞു തുടങ്ങി 27,000. കാരണം ഈ മാസം ഡിസംബർ തീരുന്നതിന് മുന്നേ 27,000 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ചിലപ്പം ആ യൂട്യൂബർമാരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് 27,000 CA ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ടാവും. മാർക്കറ്റ് താഴോട്ട് പോയതുകൊണ്ട് പിന്നെ വീണ്ടും പറയാൻ തുടങ്ങി 27,000. അതൊക്കെ പോട്ടെ. കൃത്യമായിട്ട് ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ. മാർക്കറ്റ് എവിടെ നിന്നാണ് ബുള്ളിഷ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇവിടുത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്യാപ്പ് ഏകദേശം ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും മാർക്കറ്റ് കൃത്യമായിട്ട് നമുക്ക് ചൊവ്വയും ബുധനും ഏകദേശം ആ ഗ്യാപ്പിനകത്ത് വന്നിരുന്നുവെങ്കിലും വ്യാഴാഴ്ചയാണ് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മുകളിലോട്ട് മാർക്കറ്റ് ഒരു റിവേഴ്സ് പോയിരിക്കുന്നത്. എപ്പോഴും നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിച്ചിട്ടുണ്ട് ഗ്യാപ്പുകൾ, പ്രോ ഗ്യാപ്പിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗ്യാപ്പ് എപ്പോഴും മാർക്കറ്റിൽ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് താഴോട്ടുള്ള ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മാർക്കറ്റ് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. മുകളിൽ വരുന്ന ഗ്യാപ്പുകളാണെങ്കിൽ മാർക്കറ്റിൽ എപ്പോഴും അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇവിടെ വന്നപ്പോഴൊക്കെ, ഈ ഗ്യാപ്പിൽ വന്നപ്പോഴൊക്കെ മാർക്കറ്റിലൊരു ബുള്ളിഷ്നെസ് ഉണ്ടായത്. ഈ ഒരു ചൊവ്വാഴ്ചത്തെ ക്യാൻഡിൽ നോക്കിയാലും അവിടെ ഏകദേശം ആ ഗ്യാപ്പിൽ വന്നിട്ടാണ് മാർക്കറ്റിൽ നല്ലൊരു ബൈയിങ് പ്രഷർ വന്നത്. ബുധനാഴ്ചയും മാർക്കറ്റ് ആ ഗ്യാപ്പിൽ വന്നിട്ട് ക്ലോസിങ് കിട്ടി. വ്യാഴാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുള്ളത്. മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പിന് താഴോട്ട്, ആ ഒരു ഫില്ല് ചെയ്ത ഒരു ഗ്യാപ്പ് കഴിഞ്ഞു, അവിടുന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് കയറി. ഇതിന് താഴോട്ട് മാർക്കറ്റ്, ഞാൻ ലോങ് ടൈം വ്യൂ ഒന്നും പറയുന്നില്ല കേട്ടോ, കാരണം അത് പലർക്കും അത് പറഞ്ഞ് കളിയാക്കാനുള്ള ഒരു അവസരവും, പിന്നെ ചില അറിഞ്ഞുകൂടാത്തവരൊക്കെ അത് വെച്ചിട്ട് ലോങ് ടൈം ട്രേഡ് എടുത്ത്, ഇപ്പം ഫ്യൂച്ചേഴ്സൊക്കെ ഹെഡ്ജ് ചെയ്ത് ലോങ് ടൈം ട്രേഡ് എടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ഒന്നും അറിഞ്ഞുകൂടാതെ വെറും ഓപ്ഷൻസ് മാത്രം ലോങ് ടൈം എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മന്ത്ലി എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയിട്ട് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ലോസിലോട്ട് പോകും. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം പൊട്ടിയാൽ ഏതുവരെ പോകും, അല്ലെങ്കിൽ പറന്നാൽ ഏതുവരെ പോകുമെന്നൊന്നും പറയുന്നില്ല. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈന് ശ്രദ്ധിക്കുക. മുകളിലോട്ട് ഏകദേശം മാർക്കറ്റ് അഥവാ മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രെൻഡ് ലൈൻ, നേരത്തെ സപ്പോർട്ടായിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആകാൻ സാധ്യതയുണ്ട്. താഴോട്ട് ഈ ഒരു ലെവൽ 25,700 750 ലെവല് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഇൻട്രാഡേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു ഗ്യാപ്പ് നമുക്ക് വരുന്നുണ്ട്. ഏകദേശം ഇവിടെ ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പം ആ ഗ്യാപ്പ് ശ്രദ്ധിക്കുക. മാർക്കറ്റ് താഴോട്ട് തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഡൗണിലോട്ട് പോകുമെന്ന് തോന്നുന്നില്ല.
ഒരു 80-100 പോയിൻറ്റിനുള്ളിൽ വരുന്ന ഒരു ഗ്യാപ്പ് ഡൗണേ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഈ ഒരു ഗ്യാപ്പ് ശ്രദ്ധിക്കുക. നമുക്ക് ഇവിടെ സംഭവിച്ചതുപോലെ തന്നെ, ഈ പഴയ ഗ്യാപ്പിൽ സംഭവിച്ചതുപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വരുന്ന സമയത്ത് മാർക്കറ്റിലൊരു ബൈയിങ് പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 25,922, 25, 939 ലെവൽ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ തന്നെയാണ്, 26,055. 26,055 15 മിനിറ്റിൽ മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 26,100 സോറി ഒരു മിനിറ്റ്, 26 ഒരു റെസിസ്റ്റൻസിൽ വയ്ക്കാം. 26,127 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. 26,55 അതായത് വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്, വെള്ളിയാഴ്ചത്തെ ഹൈ 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 26,120, 130 വരയ്ക്കും മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയേക്കും. ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്കൗട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സപ്പോസ് ഇതിന് താഴെ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് താഴോട്ട് പോകാൻ സാധ്യതയുള്ളൂ. താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റേ ഉള്ളൂ. 25,840 വരയ്ക്കും മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും 25 ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞാലും മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് കയറാനാണ്, ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിലും തിരിച്ച് കയറാനാണ് സാധ്യത വളരെ കൂടുതൽ. അപ്പം ഈ ഒരു ഗ്യാപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കേറി പുട്ട് ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. കൃത്യമായിട്ട് താഴോട്ട് നമ്മുടെ ഇൻട്രാഡേ ലെവൽസൂടെ നോക്കിയിട്ട് കൃത്യമായിട്ട് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ലെവൽ ടാർഗറ്റ് വെച്ചിട്ട് പുട്ട് ഓപ്ഷൻ എടുക്കാവൂ. ഇവിടെ നിന്ന് എപ്പോഴെങ്കിലും നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചോ ക്യാൻഡിൽ സ്റ്റിക്ക് അനുസരിച്ചോ റിവേഴ്സ് പാറ്റേൺ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ CPR വരുന്നത് 25,998, 26,030 വരയ്ക്കാണ്. ഏകദേശം 32 പോയിൻറ്റിൻ്റെ CPR ആണ്. നമുക്കതൊരു നാരോ CPR ആയിട്ട് തന്നെ കൂട്ടാം. അതുകൊണ്ടാണ് ഞാൻ CPRനുള്ളിൽ വേറെ ലെവൽസ് വരയ്ക്കാത്തത്. 25 ഇൻട്രാഡേ ലെവൽസാണ്. 25,906, 25,985 ആണ് ഏറ്റവും താഴത്തെ സപ്പോർട്ടായിട്ട് ഞാൻ വരച്ചിട്ടുള്ളത്. അതിൻ്റെ താഴോട്ട് സപ്പോർട്ട് വരച്ചിട്ടില്ല. മാർക്കറ്റ് ഇതിനുള്ളിൽ ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ആദ്യത്തെ 5-10 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ 25,900, 970 വരയ്ക്കും ഒരു പുൾ ബാക്കിനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഡൗൺ ഇതിനുള്ളിലാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ലെവലെന്ന് പറയുന്നത് ആ ഗ്യാപ്പ് ഫില്ലിംഗ് കൂടെ വരുന്നൊരു ഏരിയ ആണ്. അപ്പം 25,906, 985 ശ്രദ്ധിക്കുക. അതിനുള്ളിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നും മാർക്കറ്റിൽ പുട്ട് ഓപ്ഷൻ എടുക്കാൻ നിൽക്കരുത്. ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ 5-10 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസിംഗ് എങ്കിലും നോക്കിയിട്ട് വേണം നെക്സ്റ്റ് എൻട്രി നോക്കാൻ വേണ്ടിയിട്ട്. മുകളിലോട്ട് റിവേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 25,981, 25,970 ആണ്. ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനുള്ളിൽ തന്നെ മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയോ ഇവിടെ നിന്നൊരു റിവേഴ്സ് താഴോട്ട് വരികയോ ചെയ്യാം. അപ്പോൾ മുകളിലോട്ട് കൃത്യമായിട്ട് 25,981, 970 മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ CPR ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. മുകളിലോട്ട് CPR ബ്രേക്കൗട്ട് കിട്ടും. 26,79, 26,91 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. പക്ഷെ നമുക്ക് വെള്ളിയാഴ്ചത്തെ ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് കിട്ടാനാണ് സാധ്യത. CPR ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹൈയും ബ്രേക്കൗട്ട് കിട്ടും. 26,79, 26,91. അത് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ്
ടാർഗറ്റ് എന്ന് പറയുന്നത്, ടാർഗറ്റ് അല്ല, റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 26,120, 26,133. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഏറ്റവും താഴത്തെ ലെവലും 26,906, 26,906, 25,895 ആ ഒരു ലെവലാണ് ഏറ്റവും ബോട്ടത്തിൽ വരുന്ന സപ്പോർട്ട് ലെവൽ. ഇവിടുത്തെ കൃത്യമായിട്ട് ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് പിന്നെ മുകളിലോട്ട് മാർക്കറ്റ് ഒരു റിക്കവറിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ലെവൽസ് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.